അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ 2024 മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2024 15ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. എ കമ്പനി എസ്റ്റിമേറ്റ് ദാറ്റ് നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹50,000. ദി ബജറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് സെയിൽസ് ആർ ₹250,000 ആൻഡ് 10 lakh റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ഔട്ട് ദി ബ്രേക്ക് വൺ പോയിന്റ് ഫോർ ദി കമ്പനി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ബ്രേക്ക് വൺ പോയിന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രേക്ക് വൺ പോയിന്റ് യൂണിറ്റ്സിലും കണ്ടെത്താം, അതേപോലെ റുപ്പീസിലും കണ്ടെത്താം. നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട്സുകൾ റുപ്പീസിലായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് വൺ പോയിന്റ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? റുപ്പീസിലാണ് കണ്ടെത്തുന്നത്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ബ്രേക്ക് വൺ പോയിന്റ് റുപ്പീസിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഓക്കെ, ബ്രേക്ക് വൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്നുള്ളതാണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ കണ്ടെത്താൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒന്നെന്താണ്, 3 ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന 2 ഇക്വേഷൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതും, അതേപോലെ മറ്റൊന്നാണ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ളതും. നമ്മുടെ ക്വസ്റ്റനിൽ പ്രോഫിറ്റും ഫിക്സ്ഡ് കോസ്റ്റുമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കോൺട്രിബ്യൂഷൻ നമ്മൾ ഇക്വേഷൻ ഏത് കൊടുക്കുന്നു? ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുള്ളത് 250,000 ആണ്, പ്രോഫിറ്റ് തന്നിട്ടുള്ളത് 50,000 ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു 3 lakh എന്ന് ആൻസർ കിട്ടും. ഇനി നമ്മൾ ഇത് BP എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 250,000 ആണ്. ഇൻറ്റു സെയിൽസ് ക്വസ്റ്റനിൽ തന്നത് 10 lakh ആണ്. ഡിവൈഡ് ബൈ 3 lakh ആണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് വൺ പോയിന്റ് എത്ര കിട്ടും? 8,33,333 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2024 തന്നെ 23ാമത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. You are given the following information. Fixed cost ₹15,000, variable cost ₹20,000, total cost ₹35,000, net profit ₹5,000, then net sales ₹40,000. ഫൈൻഡ് ഔട്ട് ബ്രേക്ക് വൺ പോയിന്റ്. ഒന്നാമത് ചോദിക്കുന്നത് എന്താണ്? ബ്രേക്ക് വൺ പോയിന്റ് കണ്ടെത്താനാണ്. സെക്കൻഡ്, ഫോർകാസ്റ്റ് ദി പ്രോഫിറ്റ് ഫോർ സെയിൽസ് വോളിയം ₹50,000. Then third question, estimate the volume of sales turnover to make a profit of a net profit of ₹10,000. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ്? ബ്രേക്ക് വൺ പോയിന്റ് ആണ്. ഓക്കെ, ബ്രേക്ക് വൺ പോയിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇക്വേഷൻ എന്താണ്? ബ്രേക്ക് വൺ പോയിന്റ് റുപ്പീസിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് എന്നുള്ളതാണ്. കോൺട്രിബ്യൂഷൻ കാണാൻ ഇവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്? നെറ്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. കാരണം എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് സെയിൽസും വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഇക്വേഷനാണ് എടുക്കുന്നത്. അതായത് നെറ്റ് സെയിൽസ് 40,000 ആണ്, മൈനസ് ഇവിടെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ നമുക്ക് 20,000 എന്ന് കിട്ടും കോൺട്രിബ്യൂഷൻ എമൗണ്ട്. ഇതിനെ നമ്മൾ ബ്രേക്ക് വൺ പോയിന്റ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 15,000 ആണ്, ഇൻറ്റു സെയിൽസ് എത്രയാണ്? 40,000 ആണ്, ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ 20,000 ആണ്. അപ്പോൾ നമുക്ക് 30,000 എന്ന് ബ്രേക്ക് വൺ പോയിന്റ് കിട്ടും. അതായത് ബ്രേക്ക് വൺ പോയിന്റ് ഇവിടെ കണ്ടെത്തിയത് എന്താണ്? റുപ്പീസിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രോഫിറ്റ് കണ്ടെത്താനാണ്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ളതാണ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് സെയിൽസ് വോളിയം എത്രയാണ്? സെയിൽസ് വോളിയം 50,000 ആണ്. ₹50,000 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. സെയിൽസ് വോളിയം മാറുന്നതിനനുസരിച്ച് എന്തും മാറും? വേരിയബിൾ കോസ്റ്റ് കൂടെ മാറും. ഓക്കെ, അതായത് നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് സെയിൽസ് വോളിയം മാറുന്നതിനനുസരിച്ച് മാറും. നേരത്തെ തന്നത് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 20,000 ആയിരുന്നു.
അതിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? 50,000 സെയിൽസ് വരുന്ന സമയത്ത് എത്രയാണ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് കണ്ടെത്തണം. നേരത്തെ നമുക്ക് തന്നത് 40,000 വരുന്ന സമയത്താണ്. 40,000 വരുന്ന സമയത്ത് സെയിൽസ് വരുന്ന സമയത്ത് വേരിയബിൾ കോസ്റ്റ് ആണ് തന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 50,000 വരുന്ന സമയത്ത് എത്രയാണെന്ന് കണ്ടെത്താൻ ഈ 20,000 വേരിയബിൾ കോസ്റ്റ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുക? 50,000 മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 50,000 എന്ന് പറയുന്നത് പുതിയ സെയിൽസ് ആണ്. ദെൻ 40,000 നേരത്തെയുള്ള സെയിൽസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 25,000 എന്ന് കിട്ടും വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട്. ഓക്കെ, 25,000 വേരിയബിൾ കോസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി നമ്മൾ നോർമലി കോൺട്രിബ്യൂഷൻ കണ്ടെത്തുന്നത് പോലെ കണ്ടെത്തുന്നു. അതായത് കോൺട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. 50,000 ആണ് സെയിൽസ്, ന്യൂ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ 25,000 എന്ന് കോൺട്രിബ്യൂഷൻ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. കോൺട്രിബ്യൂഷൻ 25,000 ആണ് പുതിയത് നമ്മൾ കണ്ടെത്തിയത്. അതിൽ നമ്മൾ ഏതിനെ മൈനസ് ചെയ്യുന്നു? ഇവിടെ 15,000, അതായത് 15,000 ആണ് എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ്. അതിനെ മൈനസ് ചെയ്യുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് മാറൂല, കാരണം ഫിക്സ്ഡ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. വേരിയബിൾ കോസ്റ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഇപ്പോൾ 10,000 നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദി വോളിയം ഓഫ് സെയിൽസ് ടേൺ ഓവർ ടു മേക്ക് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹10,000 എന്നുള്ളതാണ്. 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്രയാണ് സെയിൽസ് വേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ നമ്മൾ എമൗണ്ട് ഓഫ് സെയിൽസ് ടു ഏൺ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതായത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, അതായത് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയാം 15,000 ആണ്. ഡിസൈഡ് പ്രോഫിറ്റ് 10,000 ആണ്. ദെൻ 20,000 ആണ് കോൺട്രിബ്യൂഷൻ, നമ്മൾ ഓൾറെഡി കണ്ടെത്തി. ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 40,000 ആണ് സെയിൽസ്. ഓക്കെ, അതായത് കോൺട്രിബ്യൂഷൻ 20,000 എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആദ്യം കണ്ടെത്തിയ കോൺട്രിബ്യൂഷൻ ആണ്. 15,000 പ്ലസ് 10,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു സെയിൽസ് 40,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് എത്ര കിട്ടും? 50,000 എന്ന് വോളിയം ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് 26 ആണ് ക്വസ്റ്റ്യൻ. PQR company budget for a production of 1,50,000 units. The variable cost per unit ₹14 and fixed cost per unit 2 per unit ആണ്. The company fixes its selling price to fetch a profit of ₹15% on cost. What is the BEP? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് what is the PV ratio? The third question എന്താണ്? If it reduces its selling price by 5%, how does revised selling price affect the BEP and PV ratio? Then നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? If a profit increases of 10% is desired more than the budget, what should be the sale at the revised price എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായത് പ്രോഫിറ്റ് ബജറ്റഡ് പ്രോഫിറ്റിനേക്കാണ് 10% കൂടുതൽ വരുന്നതാണെങ്കിൽ എന്തായിരിക്കും? പുതിയ സെയിൽസ് ആണ് ഇതിൽ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 14 തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 14 ഇൻറ്റു എന്ത് കണ്ടാൽ മതി? 1,50,000 ആണ് നമ്മുടെ യൂണിറ്റ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 21 lakh എന്ന് വേരിയബിൾ കോസ്റ്റ് കിട്ടും. ഇനി ഇതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് 2 ആണ് തന്നത്. അത് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1,50,000 ഇൻറ്റു 2 കാണുന്നു. പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 lakh കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നത്. 21 lakh ആണ് വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് 3 lakh ആണ്. അപ്പോൾ നമുക്ക് 24 lakh എന്ന് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഇനി പ്രോഫിറ്റ് എന്താണ്? 15% ഓൺ കോസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 24 lakh ആണ് ടോട്ടൽ കോസ്റ്റ്. അതിൻ്റെ 15% പ്രോഫിറ്റ്. അപ്പോൾ 3,60,000 നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ സെയിൽസ് ആണ് കണ്ടെത്തുന്നത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 24 lakh ആണ്. പ്രോഫിറ്റ് 3,60,000 ആണ്. അപ്പോൾ നമുക്ക് 27,60,000 എന്ന് സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടും. ഇനി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടെത്താൻ നമ്മൾ
ഈ ടോട്ടൽ സെയിൽസ് എത്രയാണ് 27,60,000 ആണ്. അത് ഡിവൈഡ് ബൈ 1,50,000 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 18.4 എന്ന് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ കണ്ടെത്തി വെക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ആദ്യം നമുക്ക് കാണേണ്ടതാണ് BEP ആണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് നമ്മൾ തന്നിരിക്കുന്ന ഐറ്റംസ് യൂണിറ്റ്സിലായതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടാൽ മതി. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ കണ്ടെത്തണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 18.4 ആണ്. 14 ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് 4.4 എന്ന് ഏതിൻ്റെ വാല്യൂ കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നതിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ബ്രേക്ക് ഇവൻ പോയിന്റ് ഫിക്സ്ഡ് കോസ്റ്റ് 3 lakh ആണ്, ഡിവൈഡ് ബൈ 4.4 ആണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് 68,182 യൂണിറ്റ്സ് എന്ന് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ കാണേണ്ടത് PV റേഷ്യോ ആണ്. PV റേഷ്യോ കാണേണ്ട ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4.4 കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 18.4 ആണ്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 23.9% എന്ന് നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഇതിനെ നമുക്ക് റുപ്പീസിലും ചെയ്യാം. 4.4 ഇൻറ്റു 1,50,000 കാണുന്നു, ഡിവൈഡ് ബൈ 27,60,000 ഇൻറ്റു 100 കണ്ടാലും നമുക്ക് ഇവിടെ ആൻസർ 23.9 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ബ്രേക്ക് ഇവൻ പോയിന്റും അതേപോലെ തന്നെ PV റേഷ്യോയുമാണ് നമ്മൾ കണ്ടെത്തിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് കാണേണ്ടതാണ് സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നു, 5% ആയിട്ട് കുറക്കുന്നു. സെല്ലിംഗ് പ്രൈസ് നിലവിലുള്ളത് 18.4 ആണ്. അതിൽ നിന്ന് 5% കുറക്കണം. 18.4 മൈനസ് 5%. അപ്പോൾ നമുക്ക് 18.4 മൈനസ് 0.92 എന്ന് വരും. അതായത് 17.48 എന്ന് ന്യൂ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അങ്ങനെയാകുമ്പോൾ ന്യൂ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തണം. 17.48 നിന്നും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൈനസ് ചെയ്യുന്നു. ഇപ്പോൾ 3.48 എന്ന് ന്യൂ കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ BEP എങ്ങനെ കിട്ടും? 3 lakh ഡിവൈഡ് ബൈ 3.48, അതായത് കോൺട്രിബ്യൂഷൻ നമുക്ക് 86,207 എന്ന് യൂണിറ്റ്സ് എന്ന് കിട്ടും. PV റേഷ്യോ 3.48, അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ 17.48 ആണ്. സെയിൽസ് ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 19.9% എന്ന് നമുക്ക് PV റേഷ്യോയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്ത പറയുന്നതാണ് പ്രോഫിറ്റ് ഇൻക്രീസ്ഡ് അറ്റ് 10% ആണ്. അതായത് നമ്മുടെ ബജറ്റഡ് പ്രോഫിറ്റിൽ നിന്നും 10% പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ സെയിൽസ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾഡ് പ്രോഫിറ്റ് 3,60,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂ പ്രോഫിറ്റ് എങ്ങനെ വരും? 3,60,000 കൂടെ 10% ആഡ് ചെയ്യണം. അതായത് 3,60,000 പ്ലസ് 36 ആണ് ഇതിൻ്റെ 10% വരുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,96,000. അതായത് 3,60,000 60,000ൻ്റെ 10% 36,000. അപ്പോൾ നമുക്ക് ടോട്ടലി 3,96,000 എന്ന് കിട്ടും. ഇനി സെയിൽസ് കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതായത് 3 lakh ആണ് ഫിക്സ്ഡ് കോസ്റ്റ് വരുന്നത്, 3,96,000 ആണ് എന്ത് വരുന്നത്? പ്രോഫിറ്റ് വരുന്നത്. 3.48 ആണ് നമ്മൾ നേരത്തെ കോൺട്രിബ്യൂഷൻ കണ്ടെത്തിയത്. അപ്പോൾ നമുക്ക് 2 lakh എന്ന് സെയിൽസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും കാണാം. താങ്ക് യു.